நல்ல மனுஷனுடைய நடைகள் கர்த்தரால் உறுதிப்படும், அவனுடைய வழியின் மேல் அவர் பிரியமாயிருக்கிறார். சங்கீதம் 37:23. The steps of a good man are ordered by the Lord, and he delighteth in his way. Psalms 37:23. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ രഞ്ജിത് ഷാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും ഈ സന്ദേശം നവമാധ്യമങ്ങളിൽ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലേഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഹൂസീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതം കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു പുരുഷായുസ് മുഴുവനും കർത്താവിൻ്റെ വേല ചെയ്ത് തൻ്റെ ഓട്ടം തികച്ച് റോമൻ കാരാഗ്രഹത്തിൽ മരണം വരിക്കുവാൻ മരണനാളുകൾ കാത്തിരിക്കുന്ന, പ്രത്യേകാൽ കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയ തൻ്റെ ഭവനത്തിലേക്ക് കർത്താവിനോടുകൂടെ വാഴുവാൻ കാത്തിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിലെ ഒരു വേദഭാഗമാണ് ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്: ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിപ്പിനെന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയോട് ലേഖനമായി താൻ എഴുതുകയാണ്. മനുഷ്യരെ അനുകരിപ്പാനല്ല പറയുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ അനുകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന വ്യക്തികളാണ്. കാലഘട്ടങ്ങളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും മാറി മാറി വരുമ്പോൾ മനുഷ്യൻ്റെ വസ്ത്രധാരണത്തിലും ജീവിത സാഹചര്യത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അനുകരണം ഈ ലോകത്തിൽ തന്നെ ഇന്ന് കാണപ്പെടുന്നത് അനുകരണം മാത്രമാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ലോകത്തെ നോക്കിയോ മനുഷ്യനെ നോക്കിയോ ലോകത്തിൻ്റെ ഇൻപങ്ങളെ നോക്കിയോ ലോകത്തിൽ കണ്ണിന് സന്തോഷം നൽകുന്നതിനെ നോക്കിയോ അനുകരിപ്പാനല്ല, മറിച്ച് ദൈവത്തെ അനുകരിപ്പിൻ എന്ന് താൻ തൻ്റെ ലേഖനത്തിൽ സഭയോട് താൻ പറഞ്ഞിരിക്കുകയാണ്.
ആ കാലഘട്ടത്തിൽ തന്നെ, പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ, കർത്താവിനെ അനുകരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. സ്നാപക യോഹന്നാനെ അനുകരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. ശിഷ്യന്മാരെ അനുകരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പത്രോസിനെ അനുകരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, പക്ഷക്കാർ, ഇങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ സഭയോട് താൻ ലേഖനം എഴുതുകയാണ്. മനുഷ്യനെ അല്ല അനുകരിക്കേണ്ടത് ദൈവത്തെ മാത്രം അനുകരിക്കുക. ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? രണ്ടാമത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ദൈവത്തെ അനുകരിപ്പാൻ കഴിയുന്നത്. ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നാം ദൈവത്തെ കാണണം. നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ പറയുവാൻ കഴിയുമോ? എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് ജീവൻ തന്ന എൻ്റെ പ്രാണനാഥനെ കാണണം എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ പല വിധത്തിൽ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച പല ഭക്തന്മാരുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് ഹൃദയം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച ഭക്തന്മാർ. അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വളരെ തകർച്ചയുടെ വക്കുകളിൽ കൂടെയായിരുന്നു. ജീവിതം തന്നെ പൊലിഞ്ഞു പോകുമോ എന്ന സന്ദർഭത്തിൽ കൂടെ അവർ മുൻപോട്ട് കടന്നുപോയി ദൈവത്തെ കാണുവാനായിട്ടിടയായി. യോബിൻ്റെ ജീവിതത്തിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ ശരീരം തന്നെ അഴുകി ജീർണിച്ച് അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം, അസഹനീയമായ ദുർഗന്ധം, ഒരു വശത്തുകൂടെ ചൊറിച്ചിൽ, മറുവശത്ത് ഈ ശരീരത്തെ കൃമികൾ കാർന്നു തിന്നുന്ന അസഹനീയമായ വേദന. ഇതിൻ്റെ നടുവിലും യോബ് എന്ന ഭക്തൻ പറയുന്നു, ഞാൻ അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തെ കാണുവാൻ വളരെയേറെ കൊതിച്ച ഒരു ഭക്തൻ, തൻ്റെ ആഗ്രഹം ദൈവം സാധ്യമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് നേരിടുന്ന രോഗബലഹീനതയോ കടഭാരങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ വക്കുകളിൽ കൂടെയാണോ കടന്നു പോകുന്നത്? ആത്മഹത്യ പ്രവണതയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് കർത്താവിനെ നോക്കാമോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. കർത്താവിനെ കാണാം. ലോകത്തെ കാണണ്ട, യേശുവെന്ന പേരിൽ മറ്റൊരു ആത്മാവിനെ കാണണ്ട, ശത്രുവിനെ കാണണ്ട, സാത്താനെ കാണണ്ട, മനുഷ്യനെ കാണണ്ട. ദൈവത്തെ നമുക്ക് കാണാം. ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം. ഒന്നാമത് നാം ദൈവത്തെ കാണണം. രണ്ടാമത് ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന സഭ, ദൈവമക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവശബ്ദം കേൾക്കുവാനാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനാണ്, ദൈവം സംസാരിക്കുവാനാണ് ദൈവ സഭ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്ക്, 2-3 പതിറ്റാണ്ടുകൾക്ക് മുൻപോട്ട് നോക്കിയാൽ സഭയിൽ ഒരു പ്രവാചകൻ വരുന്നുവെങ്കിൽ ദൈവമക്കൾ വളരെ വിശുദ്ധിയോടും വളരെ വേർപാടോടും വളരെ കുറ്റമറ്റ മനസാക്ഷിയോടും കൂടെയാണ് സഭയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നത്. കാരണം ഈ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കണം, ദൈവം ഞങ്ങളോട് സംസാരിക്കണം, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് കേൾക്കണം. അതിനായി ദൈവജനം കാത്തിരിക്കുമായിരുന്നു, ഭയഭക്തിയോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുന്നില്ല. ദൈവശബ്ദം കേൾക്കാതെ മാനുഷിക ശബ്ദങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം കേട്ടേ മതിയാകത്തുള്ളൂ.
ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാമോ, കർത്താവേ, അങ്ങയുടെ മാധുര്യ സ്വരം എന്നെ കേൾപ്പിക്കണമേ, എന്നെ വഴി നടത്തണമേ. ഞാൻ തളർന്നു പോകുമ്പോൾ മാനുഷിക ശബ്ദങ്ങൾ കേട്ട് എൻ്റെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലായി കർത്താവേ, ഇനിയും അപ്രകാരമായി തീരാതെ അങ്ങയുടെ ശബ്ദം കേൾപ്പിച്ച് നേരെയുള്ള പാതയിൽ എന്നെ വഴി നടത്തണമേ. ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവം എങ്ങനെയുള്ളവനെന്ന് നാം അറിയണം. സക്കായിയുടെ ജീവിതത്തിൽ താൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പല അഭ്യൂഹങ്ങൾ, പല അനുഭവങ്ങൾ പലരും പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. എങ്കിലും തൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം, ഈ യേശു എങ്ങനെയുള്ളവനാണ്? താൻ കേട്ടതൊക്കെ സത്യമാണോ? തൻ്റെ ഹൃദയത്തിൽ താൻ നൽകിയിരിക്കുന്ന ഒരു ഇമേജുണ്ട്, അതങ്ങനെയാണോ എന്നറിയുവാൻ കാട്ടത്തിമേൽ വളരെ കഷ്ടതയോടെ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറിയിരിക്കുമ്പോഴാണ് കർത്താവ് സക്കായിയെ വിളിച്ച് താഴെ ഇറക്കി തന്നെ അനുഗ്രഹിച്ച് തൻ്റെ ഭവനത്തിൽ പാർക്കുന്നത്. ഈ പ്രഭാതത്തിൽ യേശു എങ്ങനെയുള്ളവനെന്ന് നമ്മുടെ ഹൃദയക്കണ്ണുകൾ കൊണ്ട് നമുക്ക് ദർശിക്കാം. വേദപുസ്തകത്തിൽ പറയുന്ന യേശു, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പഠിച്ച യേശു, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാധുര്യം എങ്ങനെയാണെന്ന് നമുക്ക് രുചിച്ചറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സ്നേഹം, കരുതൽ, പരിപാലനം, ദൈവപ്രവൃത്തി നമുക്ക് രുചിച്ചറിയാം. ദൈവം എങ്ങനെയുള്ളവനെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ, അനുകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പാത നാം അറിയണം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പാത അത് വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയാണ്. എന്നാൽ ആ പാതയിൽ നാം യാത്ര തുടങ്ങുമ്പോൾ കല്ലുകളും മുള്ളുകളും വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇടുക്കവും ഞെരുക്കവും മാത്രമുള്ള ഒരു പാത. എന്നാൽ നമ്മുടെ ഹൃദയത്തിനൊരു ആനന്ദമുണ്ട്. കാലിൽ കൊള്ളുന്ന മുള്ളുകൾ ചവിട്ടുവാൻ കഴിയാതെ, സഞ്ചരിക്കുവാൻ കഴിയാത്ത കൂർത്തുമൂർത്ത കല്ലുകളുള്ള കഠിനമായ പാതയിലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ നമ്മെ നിർത്തുന്ന ഒരു ദൈവസ്നേഹം, ദൈവിക സന്തോഷം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പാത, ആ പാതയിൽ ഒരുപക്ഷെ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. നമ്മുടെ കൂടെ പറന്നവരും കൂടെ യാത്ര ചെയ്തവരും അടുത്ത ട്രാക്കിൽ നമ്മോടൊപ്പം ഓടിയവരും പലരും തളർന്നവശരായി വിശ്രമിക്കുവാൻ വേണ്ടി പട്ടുപോയ പോർക്കളത്തിൽ നാം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ നാം തളർന്നു പോകാതെ നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവകരമുണ്ട്. നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഒരു വിശാലതയിലേക്ക് ഈ പാത കടന്നു പോവുകയാണ്. ഇടുക്കവും ഞെരുക്കവുമായ പാത വലിയൊരു വിശാലതയിലേക്ക്, വർണ്ണിക്കുവാൻ കഴിയാത്തൊരാനന്ദത്തിലേക്ക്, കവിഭാവനകളാൽ വർണ്ണിക്കുവാൻ കഴിയാത്ത വലിയൊരാനന്ദത്തിൽ ആ വാതിൽ എത്തപ്പെടുകയാണ്. എന്നാൽ ലോകത്തിൻ്റെ വഴികളുണ്ട്, അത് വളരെ വിശാലമായ വാതിലാണ്. അവിടെ കോംബോയാണ്, ഒന്നെടുത്താൽ പലതും സൗജന്യമായി ലഭിക്കുന്നതാണ്. അവിടെ ഒരുപക്ഷെ പണം ചെലവഴിക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ സകല സന്തോഷങ്ങളും ആനന്ദങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുവാൻ കഴിയും. എന്നാൽ ഈ യാത്ര മുൻപോട്ട് ചെല്ലും തോറും അത് ഇടുക്കവും ഞെരുക്കത്തിലേക്കും കടന്നു വരികയാണ്. ആ ഇടുക്കവും ഞെരുക്കവും പിന്നത്തേതിൽ വലിയൊരു മുറവിളിയും നിലവിളിയുമായ നരകത്തിലേക്ക്, യാതന സ്ഥലത്തിലേക്ക് എത്തപ്പെടുകയാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ പുറകോട്ട് കടന്നു വരുവാൻ കഴിയുകയില്ല. എന്നാൽ ചില മനുഷ്യരാകട്ടെ ഈ ലഭിക്കുന്ന സന്തോഷവും ആനന്ദവും രുചിച്ചറിഞ്ഞ് കർത്താവ് എത്ര വിളിച്ചാലും കേൾക്കാതെ വണ്ണം അകലങ്ങളിലേക്ക്, ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കളഞ്ഞുപോയ ആ കുഞ്ഞാടിനെ പോലെ മനുഷ്യർ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഓടിപ്പോകാറുണ്ട്. ദൈവത്തിൻ്റെ പാതയിലേക്ക് പോകേണ്ട മനുഷ്യർ സാത്താൻ്റെ പാതയിലേക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങൾ സഞ്ചരിച്ച് പലരും
പരാജയത്തിലേക്ക് പോവുകയാണ്. ഈ പ്രഭാതത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭ നശിക്കാതിരിക്കുവാൻ വേണ്ടി, തൻ്റെ ദൈവമക്കൾ തന്നോടൊപ്പം നിത്യതയിൽ കാണുവാൻ വേണ്ടി തൻ്റെ പ്രിയ മക്കളോട് താൻ ഉപദേശിക്കുകയാണ്, കൽപ്പിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ദൈവത്തെ അനുകരിപ്പിൻ. ഈ പ്രഭാതത്തിൽ നമുക്കും ദൈവത്തെ അനുകരിക്കാം. നാം കേട്ട ദൈവശബ്ദത്തിനായി ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ അനുകരിപ്പാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ, വിളക്കിലെണ്ണയുള്ള ഉറങ്ങാത്ത ഉണർന്ന മണവാട്ടിയായി ഒരുങ്ങിയിരിക്കുവാൻ, അങ്ങയുടെ വരവിങ്കൽ തള്ളപ്പെട്ടു പോകാതെ നിത്യതയിൽ കാണപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு. அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு. அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. நிறைவான மகிழ்ச்சி நீரே, நித்திய பேரின்பமே. நிறைவான மகிழ்ச்சி நீரே, நித்திய பேரின்பமே. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு. அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. என்னை காக்கும் இறைவன் நீரே, உம்மிடம் அடைக்கலம் புகுந்தே. என்னை காக்கும் இறைவன் நீரே, உம்மிடம் அடைக்கலம் புகுந்தே. என்னையாளும் தலைவர் நீரே, உம்மையன்றி ஆசை வேறில்லை. என்னையாளும் தலைவர் நீரே, உம்மையன்றி ஆசை வேறில்லை. என்னை காக்கும் இறைவன் நீரே, அரசாளும் தலைவர் நீரே. ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை. ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு. அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. எனக்குரிய பங்கு நீரே, பரம்பரை சொத்தும் நீரே. எனக்குரிய பங்கு நீரே, பரம்பரை சொத்தும் நீரே. ஆலோசனை தரும் தகப்பனே,
இரவும் பகலும் பேசும் தெய்வமே, ஆலோசனை தரும் தகப்பனே, இரவும் பகலும் பேசும் தெய்வமே, எனக்குரிய பங்கு நீரே, பரம்பரை சொத்து நீரே, ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை, ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு, அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. எப்போதும் என் கண் முன்னே உம்மைத்தான் நிறுத்தியுள்ளே, எப்போதும் என் கண் முன்னே உம்மைத்தான் நிறுத்தியுள்ளே, வலப்பக்கத்தில் இருப்பதனால் அசைவுற விடமாட்டீ, வலப்பக்கத்தில் இருப்பதனால் அசைவுற விடமாட்டீ, எப்போதும் என் முன்னே உம்மைத்தான் நிறுத்தியுள்ளே, ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை, ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை. முன்னே எனக்கு நிறைவான மகிழ்ச்சி உண்டு, அருகில் எப்போதும் நித்திய பேரின்பம் உண்டு. என் இதயம் மகிழ்கின்றது, என் உடலும் இளைப்பாறுது, என் இதயம் மகிழ்கின்றது, என் உடலும் இளைப்பாறுது, ஜீவ மார்க்கம் எனக்கு போதித்தீ, ஜீவனே உம்மை பாடுவே, ஜீவ மார்க்கம் எனக்கு போதித்தீ, ஜீவனே உம்மை பாடுவே, என் இதயம் மகிழ்கின்றது, என் உடலும் இளைப்பாறுது, ஆராதனை உமக்கே, நாளெல்லாம் ஆராதனை,